ഇതാണ് ബ്ലാത്താങ്കര ചീര. ബ്ലാത്താങ്കര ചീര കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ട, നല്ല കളറാണ്, നല്ല മെറൂൺ കളറാണ് ചീരക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ബ്ലാത്താങ്കര ചീര. ചീര കൃഷി ചെയ്യണവരുടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. മിക്ക ആൾക്കാർക്ക് അറിയില്ല ഈ ബ്ലാത്താങ്കര ചീര ഏതാന്ന്. അപ്പോൾ ഞാനിപ്പോൾ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ HDPയുടെ ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്, ചീര നടണത്. അതിലാകുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചീര ഒന്നിച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിൽ നിന്ന് വലിയ തൈകളൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതിലൊരുപാട് ചീരത്തൈകൾ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് പാകിയെന്ന് വെച്ചാൽ അടിവളമായിട്ട് ചാണകപ്പൊടിയും മണ്ണ് മാത്രം ഇട്ടിട്ടാണ് പാകിയതാണ് നേരിട്ട്. അപ്പോൾ റവയും പൊടിമണ്ണും ചീരവിത്തും കൂടെ മിക്സാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ റവ ചേർക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടണ ചീരവിത്ത് അല്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോകും. അപ്പോൾ ഉറുമ്പ് ഇപ്പോൾ റവ എടുത്തുകൊണ്ട് പോകും, ചീരവിത്ത് അപ്പത്തിന് നമ്മുടെ മുളയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ ചീരവിത്ത് ഇട്ടിട്ട് എന്താ മുളക്കണില്ലെന്നുള്ളത്. പക്ഷേ ചീരവിത്ത് മുളക്കാത്തതല്ല, അത് ഉറുമ്പ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ റവയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചീരവിത്ത് പാകാനായിട്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഈ ചീര എന്ന് പറഞ്ഞാൽ. ചീരയൊക്കെ നടേണ്ട സമയമാണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും. പിന്നെ നമ്മൾ വല്ല ഗോമൂത്രം നേർപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരും. അതേപോലെ പച്ചച്ചാണകം കിട്ടുകയാണെങ്കിൽ അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. കടലപ്പിണ്ണാക്കിൻ്റെ തെളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ കൊടുത്താൽ തന്നെ നന്നായിട്ട് വളരും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നനച്ച് മാത്രം കൊടുത്താൽ തന്നെ നന്നായിട്ട് വളരുന്നതാണ് ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാമല്ലോ, ഇലക്കറികളൊക്കെ പൊതുവേ നല്ല മരുന്നടിച്ച് വന്നതാണ്. ഇലക്കറിയൊക്കെ പറിച്ച് വെച്ചിട്ട് തന്നെ നല്ല മരുന്നിൽ മുക്കിയാൽ നമുക്ക് തന്നത്. കാരണം അത് നമുക്ക് കണ്ടിട്ടില്ല, കടകളിലേക്ക് ചീര നല്ല തിളക്കത്തോടുകൂടി ഇരിക്കണത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടും അവർ മരുന്നിൽ മുക്കിയിട്ടാണ് തന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചീര പറിച്ച് വെച്ചാൽ അപ്പം തന്നെ വാടിപ്പോവും. അപ്പോൾ കഴിയുന്നതും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടി നോക്കണം. ചീരയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണല്ലോ. നമുക്ക് 2 ചെടിച്ചട്ടിയിലെങ്കിലും നട്ടു വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ചീര നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കണ്ടേ, ഈ വക ചീരകളൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാണാൻ തന്നെ ഭംഗിയാണ്. നല്ല ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കണം. നമ്മൾ ചെടികളൊക്കെ വളർത്തണില്ല. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് 2 ചീരത്തയും കൂടി നട്ട് പിടിപ്പിക്കാനുള്ളൂ. നമുക്കിപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ വർഷം നമ്മൾ വിത്തുകളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷവും നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ബ്ലാത്താങ്കര ചീരയുടെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം വിത്ത് മേടിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീരവിത്ത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷവും നിങ്ങൾക്ക് ചീരകൃഷി ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം കേട്ടോ ചീരക്ക്. പിന്നെ ഇതിന് പുഴുക്കേടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മുളകില്ല, നല്ല എരിവുള്ള മുളക് മിക്സിയിലിട്ട് അടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചീരയുടെ വിത്തുകളൊക്കെ മേടിച്ചിട്ട് ചീരകൃഷിയൊക്കെ ചെയ്യാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.